റമദാൻ ആദ്യത്തെ പത്ത് കടന്നു പോയില്ലേ, രണ്ടാമത്തെ പത്തിലേക്ക് നമ്മളിങ്ങനെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അള്ളാഹിൻ്റെ റഹ്മത്ത്, അള്ളാഹിൻ്റെ കാരുണ്യം കുറച്ചെങ്കിലും നമുക്കത് കരസ്ഥമാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത്, ഇത്രയൊക്കെ അള്ളാഹിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് നടന്ന്, ഇത്രയൊക്കെ വളരെ മോശമായി നടന്ന എനിക്ക് എങ്ങനെയാണ് അള്ളാഹിൻ്റെ കാരുണ്യത്തിന് കിട്ടുക, എനിക്ക് എങ്ങനെ അള്ളാഹ് റഹ്മത്തിനെ തരാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിനുത്തരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ച സ്വന്തം അടിമകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, എന്താ പറയുന്നത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഒരിക്കലും എൻ്റെ റഹ്മത്തിനെ തൊട്ട്, എൻ്റെ കാരുണ്യത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഒരിക്കലും നിരാശരാകാതെ അള്ളാഹിനോട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക.